ഏത് ബിസിനസ് എടുത്തു നോക്കിയാലും 90% ജെന്യൂനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളും 10% ഉടായ്പ ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളാണ്. പക്ഷേ ജോലിയിലേക്ക് വരുന്ന സമയത്ത് നേരെ തിരിച്ചാണ് ആ റേഷ്യോ. 90% ഉടായ്പും 10% ജെന്യൂനും. നിങ്ങൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സിംപ്ലസ്റ്റ് വേർഷൻ ഇതാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പറയും. ജോലി അന്വേഷിക്കുന്ന, ജോലിക്കാരെ അന്വേഷിക്കുന്ന ഏതൊരാൾക്കും കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും ജോലിക്കാരെ കണ്ടുപിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ജോലി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ജോബ് സെർച്ചിങ് ആപ്പ് സബ്ക ജോബ് ആപ്പ്. അതിൻ്റെ ദ മാൻ ബിഹൈൻഡ് ഇറ്റ് എന്ന് പറയില്ലേ, ആളാണ് ഇന്ന് എൻ്റെ കൂടെ. നൗഷദ് സർ, വെൽക്കം ടു മൈ ബ്രാൻഡ് മൈ പ്രൈഡ്. ഇപ്പം ഈ പറഞ്ഞ മാതിരിയെ 10 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അതിൻ്റെ പിന്നിൽ തന്നെ വലിയ എഫേർട്ട് ഉണ്ട്. ആ സ്ഥാനത്ത് ആർക്ക് വേണേലും എത്ര പേർക്ക് വേണേലും ജോലി കൊടുക്കാം, എത്ര പേർക്ക് വേണേലും ജോലിക്കാരെ കൊടുക്കാന്ന് പറയുന്ന ഈ ഒരു തോട്ട് ഉണ്ടല്ലോ, അത് വന്നത് എങ്ങനെയാ? ആക്ച്വലി ഡിഗ്രി പഠനകാലം തൊട്ട് പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോയി തുടങ്ങിയ ഒരാളാണ് ഞാൻ. 21 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്, 2002-ൽ. അത് തൊട്ട് കഴിഞ്ഞ ഈ 2025 മാർച്ച് വരെ ഏതാണ്ട് 23 വർഷം പല പല കമ്പനികളിലായി പല പല പോസ്റ്റുകളിലും റോളുകളിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ 23 വർഷം മുമ്പ് എന്തായിരുന്നോ ഈ ഒരു ജോബ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരുന്നത്, അതിനേക്കാൾ മാരകമായ ഒരു അവസ്ഥയിലാണ് ഇന്നും നമ്മുടെ ജോബ് മാർക്കറ്റ് നിലനിൽക്കുന്നത്. അന്ന് എത്രത്തോളം കഷ്ടപ്പാടുണ്ടായിരുന്നോ ഒരാൾക്ക് ജോലി കണ്ടുപിടിക്കാൻ എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ ഈ 23 വർഷം വർക്ക് ചെയ്തതിൽ 7 വർഷത്തോളം ഞാൻ സാധാ റോളിലുള്ള എംപ്ലോയി ആയും ബാക്കി 16 വർഷത്തോളം ഹയറിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ബിസിനസ് മാനേജർ റോളിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ 2 റോൾ എനിക്കറിയാം. ഒരു ആൾക്ക് ജോലി കണ്ടുപിടിക്കാൻ നമ്മുടെ കേരള മാർക്കറ്റിൽ എത്രത്തോളം വിഷമമുണ്ട്, അതുപോലെ തന്നെ ഒരു എംപ്ലോയർക്ക് ഒരു എംപ്ലോയിയെ കണ്ടുപിടിക്കാൻ അതിനേക്കാളും വിഷമാണ്. ഒരു സൈഡിൽ നമ്മൾ ജോലി ഇല്ല എന്ന് പറയുന്നു, ഒരു സൈഡിൽ ജോലിക്കാരെ കിട്ടാനില്ല. പക്ഷെ ആക്ച്വലി രണ്ടും നമ്മുടെ മാർക്കറ്റിൽ തന്നെ ഉണ്ട്. അതാണ് സത്യാവസ്ഥ. മനസ്സിലായി. അപ്പോ ആ ഒരു കഷ്ടപ്പാട് കണ്ട്, അതായത് ഞാനൊരു ലാസ്റ്റ് 10 വർഷം ഞാൻ ടാറ്റ ഗ്രൂപ്പിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോണൽ ബിസിനസ് ഹെഡ് എന്ന് പറഞ്ഞ റോളിലായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റും മാനേജ് ചെയ്യാനുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും നമുക്ക് ജോബ് വേക്കൻസീസ് ഉണ്ടാവും. ഓക്കെ, നമ്മൾക്കില്ലാത്ത വെണ്ടേഴ്സ് ഇല്ല. നമ്മുടെ ഇന്ത്യയിലുള്ള നോക്രി, മോൺസ്റ്റേഴ്സ് എല്ലാം, ഇൻഡീഡ്, ഷൈൻ എല്ലാത്തിലും നമ്മൾ വെണ്ടറാണ്. ലോക്കൽ ഏജൻസീസിൽ വരെ നമ്മൾ വെണ്ടറാണ്. നമ്മൾ അവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കും, അവർ അങ്ങോട്ട് കിട്ടാൻ വേണ്ടി. 8.3% ആണ് നമ്മളെ സ്റ്റാർട്ടിംഗ് റേറ്റ്. എന്ന് വെച്ചാൽ ഒരു ഹയറിന്റെ എക്സാക്ട്ലി 1 മന്ത് സാലറി നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഹയർ ചെയ്യുന്നത്. എന്നിട്ട് പോലും ടാറ്റ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ബ്രാൻഡിന് പോലും എംപ്ലോയി സേഫ്റ്റി ഉണ്ട്, ബ്രാൻഡ് ഒരു അപ്പിയറൻസ് ഉണ്ട്. എന്ത് വെച്ച് നോക്കിയാലും ടാറ്റയെ കിടപിടിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് എൻ്റെ അറിവിലില്ല. കഴിഞ്ഞ 10 വർഷം ഞാൻ വർക്ക് ചെയ്ത കമ്പനി കൂടിയാണത്. അതിൽ പോലും ആളുകളെ കിട്ടാനില്ല എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു 5 വർഷം മുമ്പ് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വരികയും അതിന് ഉത്തരമായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ച് തുടങ്ങുകയും ചെയ്യുന്നത്. 5 വർഷം മുമ്പാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ഇപ്പോ ഈ ആപ്പിന്റെ ഒരു സ്റ്റേറ്റസ് എന്താണ്? നിലവിലിപ്പോ നമ്മൾ തുടങ്ങിയിട്ട് 2024 ഡിസംബർ 1-നാണ് നമ്മളിത് മാർക്കറ്റിങ്ങോട് കൂടി ഇതിന്റെ പുതിയൊരു വേർഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഏതാണ്ട് ഇപ്പം 25,000-ഓളം ലൈവ് ആക്റ്റീവ് ആയിട്ടുള്ള ജോബ് സീക്കേഴ്സ് നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. 3000-ത്തിലധികം ആക്റ്റീവായിട്ട് കമ്പനീസ് നമ്മുടെ അടുത്തുണ്ട്. അത്രയും പേര് ജോബ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 16,000-ഓളം ജോലി അപേക്ഷകൾ നമ്മൾ ആപ്പിലൂടെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. 200-ന് മുകളിൽ ആളുകൾക്ക് നമുക്ക് ഇതിലൂടെ ജോലി കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. അതായത് ജോലിക്ക് സെലക്ഷൻ നേടി കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇപ്പോ നിലവില് നമ്മുടെ ആപ്പിന്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇതിപ്പം സാർ എന്നെ പറഞ്ഞു, സാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല പല റോളുകളിൽ വർക്ക് ചെയ്താണ്. ഫൈനലി ഏറ്റവും ലാസ്റ്റ് വർക്ക് ചെയ്യുന്നത് ടാറ്റ പോലെ, സാറ് പറഞ്ഞ പോലെ ഏതൊരു കൊച്ചുകുട്ടിക്ക് അറിയാവുന്ന അത്രയും ഹൈ എൻഡ് ഒരു ബ്രാൻഡിലാണ് വർക്ക് ചെയ്തത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് കമ്പാരിറ്റീവ്ലി ഒരു സേഫർ എൻവയോൺമെന്റിൽ നിന്ന് ഒരു ഓൺട്രപ്രണർ എന്നുള്ള ലൈനിലേക്ക് പോകുമ്പോൾ റിസ്കുകൾ ഉണ്ടല്ലോ, അത് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു? അത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഓരോരുത്തരുടെയും വളർന്നു വന്ന വഴികളും എല്ലാം അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് RJ മഞ്ജുവിന്
RJ മഞ്ജുവിന്റെ രക്ഷിതാക്കളുടെ മകളായി ജനിക്കാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നില്ല, അതായത് സെലക്ഷൻ ഉണ്ടായിരുന്നില്ല. നമുക്ക് ആരുടെ കുട്ടിയായി ജനിക്കണം എന്നുള്ളൊരു സെലക്ഷൻ ഇല്ല. ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കില്ല. പക്ഷെ അതിന് ശേഷമുള്ള ജീവിതം നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ കയ്യിലാണ്. എന്തായി എങ്ങനെ മരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമ്മൾക്ക് ഓരോരുത്തർക്കും. ഓക്കെ, ചരിത്രത്തിന്റെ ബുക്കുകളിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് ലീഡേഴ്സിന്റെ പേരുകൾ മാത്രമാണ്. അണികളുടെ പേരുകൾ ആരും എഴുതി വെച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് വിട്ടുപോകുമ്പോൾ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ചരിത്ര പുസ്തകത്തിൽ ഒരു ഒപ്പിട്ട് പോകണം എന്നൊരാഗ്രഹം, എന്റേതായിട്ട് എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. ആഗ്രഹത്തിന്റെ പുറത്താണ് സബ്കോ ഉണ്ടാവുന്നതും അതിനുവേണ്ടി കഠിനമായ പ്രിപ്പറേഷൻസ് നടത്തി, പ്ലാനിങ് നടത്തി, ചാടി ഇറങ്ങിയതല്ല, കൃത്യമായ അവലോകനം നടത്തിയതിന് ശേഷമാണ് ഇറങ്ങിയിരിക്കുന്നത്. ഈ പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞില്ലേ, ആ പ്രിപ്പറേഷൻസ് ഒന്ന് ചുരുക്കി പറഞ്ഞ. എനിക്കറിയാം അത് അത്ര ചുരുക്കാൻ പറ്റുന്ന സാധനമല്ല, ബട്ട് സ്റ്റിൽ. അതെ, 2019 ഞാൻ ഇത് തോട്ട് എനിക്ക് വരുന്നത്. 2020 നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള സമയം കിട്ടി, കാരണം ലോക്ക്ഡൌൺ ആയി. അപ്പോഴാണ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എല്ലാ പ്ലാറ്റ്ഫോമും പഠിച്ചു, നമ്മൾ ഇതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കി. അതിന്റെ ശ്രമഫലമായിട്ട് നമ്മൾ 2022 ഒരു പ്രോട്ടോടൈപ്പ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈപ്പ് നമ്മൾ വിപണിയിൽ ഇറക്കുകയുണ്ടായി. അതിന്റെ യൂസർ ഫീഡ്ബാക്ക് ഓൾമോസ്റ്റ് ഒരു 700 ആൾക്കാർ, ഒരു മാർക്കറ്റിംഗ് നടത്തിയില്ല, ഒരു 700 ആൾക്കാർ വന്നു. ആ 700 ആൾക്കാരെ ഞാൻ തന്നെ നേരിട്ടിരുന്ന് വിളിച്ചു. കംപ്ലീറ്റ് ആൾക്കാരെ 700 പേരെ ഞാൻ തന്നെ വിളിച്ചു. വേറെ സ്റ്റാഫ് ഒന്നും ഇല്ല, നമുക്ക് വിളിക്കണം. പിന്നെ ജെന്യൂൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് വിളിച്ചു. സമയം കിട്ടുമ്പോഴൊക്കെ വിളിച്ച് നമ്മൾ ആ എക്സൽ ഫില്ല് ചെയ്തു. അതിൽ ഓൾമോസ്റ്റ് 60% മുകളിലുള്ള ആൾക്കാരും ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നു. ആപ്പിന്റെ പെർഫോമൻസ്, ആപ്പിൽ ഇങ്ങനെയൊന്നും അല്ല വേണ്ടത്, എല്ലാം കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചു. അപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാല് പഠിച്ചത് പോരാ, ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പൊ കാരണം ഞാനും ഒരു ജോലിയിൽ നിൽക്കുന്ന ആളാണ്, അത്രയും വലിയൊരു പോസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അത്രയും വലിയൊരു ടീമുണ്ട്, അതിന് അവിടെ ടാർഗറ്റ് ഉണ്ട്, അവിടുത്തെ എല്ലാം നടക്കണം, അതിനിടയ്ക്ക് ഇതും നടക്കണം. അപ്പോ അങ്ങനെ ഒരു യൂസർ ഫീഡ്ബാക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ സീരിയസ്ലി ഇത് നല്ലൊരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആളുകൾക്ക് ഇതിന് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ്. അതിനുശേഷമാണ് സീരിയസ് ആയിട്ടുള്ള റിസർച്ച് ആരംഭിക്കുന്നത്. അപ്പോൾ ഞാനിത് ആരംഭിച്ചാൽ മാത്രം പോരല്ലോ, ഇതിന് നല്ല പൈസ ചെലവേണ്ട ഒരു ആപ്പ് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഫസ്റ്റ് ആ പ്രോട്ടോടൈപ്പിന് തന്നെ നമുക്ക് നല്ലൊരു സംഖ്യ ചെലവായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ഇതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നൊക്കെ ഒരു ആലോചനയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി വേണോ നമുക്കൊരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ജോലി തന്നെ പോലെ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആണ്. അങ്ങനെ ഇത് ഇപ്പം വൈഫിനോട് പോലും ഇത് ചിലപ്പോൾ പറഞ്ഞാൽ അവളെ അക്സെപ്റ്റ് ചെയ്തോളൊന്നുമില്ല, അത്രയും റിസ്ക് എടുത്ത്. ആ സമയത്താണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, ഹൗസിംഗ് ലോണിന്റെ ഒരു എക്സ്റ്റൻഷൻ കൂടി എടുത്താലോ, ഒരു ടോപ്പ് കൂടി എടുത്താലോ. ഇത് വിടാനും പറ്റുന്നില്ല, പക്ഷേ ഫിനാൻഷ്യലി നമ്മൾ അത്ര സ്റ്റേബിൾ അല്ലാത്തൊരു സ്ഥിതിയിലായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഗൾഫിൽ നിന്ന് വരുന്നു. അവൻ ദുബായിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്തോ യാദൃശ്ചികമായിട്ട് ആ പ്രാവശ്യം വന്നപ്പോൾ കോഴിക്കോട് വെച്ച് ഞങ്ങൾ കണ്ടു, മീറ്റ് ചെയ്തു. എത്രയോ പ്രാവശ്യം ഇതിനു മുമ്പ് വന്നിട്ട് കണ്ടിട്ടില്ല. ആ ഒരു മീറ്റിംഗിൽ ഞാൻ ഇവനോട് ഈ ഒരു കാര്യം പറയുകയും, പുള്ളി അതിനകത്ത് ഷാനവാസ് എന്നാണ്, എൻ്റെ കോഫൗണ്ടറാണ്, എൻ്റെ നെയ്ബറായിരുന്നു, എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ആദ്യം. പുള്ളിനോട് പറഞ്ഞു. അപ്പോൾ അവനത് ലൈറ്റായി കേട്ടിരുന്നു, കാര്യങ്ങളൊക്കെ കണ്ട്. 2 ദിവസം കഴിയുമ്പോൾ ഷാനവാസ് എന്നെ വിളിച്ചു ചോദിച്ചു, എടാ എന്താ നീ അത് പിന്നെ പ്രൊസീഡ് ചെയ്യാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫിനാൻഷ്യലി കുറച്ചു പ്രശ്നത്തിലാടാ, ഇത് കാര്യങ്ങൾ നടക്കും പക്ഷെ ഫിനാൻസ് വേണമല്ലോ. അപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ഒരു ഫണ്ടിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ആദ്യത്തെ ഇൻവെസ്റ്റർ. ഷാനവാസ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സംഭവം തന്നെ ഇല്ല, ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നോളുന്നില്ലായിരുന്നു. അപ്പോൾ പുള്ളിയാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കമ്പനിയെ സഹായിക്കുന്നത്. പുള്ളി നമ്മുടെ ഡയറക്ടറായിട്ട് വന്നു. പിന്നെ എൻ്റെ വൈഫാണ് വേറൊരു കോഫൗണ്ടർ, മഹേശ്വരി, MCOM ഗ്രാജുവേറ്റ് ആണ്. പുള്ളിയും കൂടെ അവളും കൂടെ വന്നപ്പോൾ നമ്മളൊരു ടീമായിരുന്നു, കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ 2024 ഡിസംബറിൽ ഇപ്പോൾ കാണുന്ന സബ്കോ ആപ്പ് പുറത്തിരിക്കുന്നത്. പുതിയ വേർഷനിൽ നമുക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 40-45 ദിവസം കൊണ്ട് തന്നെ നമുക്ക് 10,000+ ഡൗൺലോഡ്സ് വന്നു. 10,000+. അപ്പം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്ന ഏറ്റവും വലിയൊരു ചോദ്യം ഇതായിരുന്നു, ഇത്രയും വലിയ കമ്പനീസ് ഒരു ഭാഗത്തുണ്ട്, നോക്കറി ഉണ്ട്, മോൺസ്റ്റർ ഉണ്ട്, ഇൻഡിഗോ ഉണ്ട്, ഷൈൻ ഉണ്ട്, ഈ കാണുന്ന കമ്പനീസ് ഒക്കെ ഉണ്ടായിട്ട്, ഇത്രയും വലിയ കമ്പനീസ് ഉണ്ടായിട്ട് നിന്റെ ആപ്പിലേക്ക്, ഈ പറഞ്ഞ സബ്ക എന്ന് പറഞ്ഞ ആപ്പിലേക്ക് ആര് വരാനാന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് വലുതായിട്ടുണ്ടായിരുന്നു.
ഓക്കെ, ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് 45 ദിവസത്തിൽ കിട്ടി. 10,000+ ഡൗൺലോഡ്സ്, അതായത് ജോലി ആക്റ്റീവായി നോക്കുന്ന ആളുകൾ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ റിസൾട്ട് ഇല്ലാത്തതിനെ കൊണ്ടാണല്ലോ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക. ഭയങ്കര കോൺഫിഡൻസ് ആയി. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇരുന്ന് പഠിച്ചു, കാര്യങ്ങളൊക്കെ നോക്കി. ഏതാണ്ട് ഒരു 300-400 ആൾക്കാരത് വിളിച്ചു. ഓക്കെ, പഴയ യൂസേഴ്സും ഉണ്ടായിരുന്നു അതിനകത്ത്. ഓക്കെ, അന്ന് നമുക്ക് നെഗറ്റീവ് ഒപ്പീനിയൻ. അപ്പോൾ അവരോട് ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ നമ്മൾ പുതിയ വേർഷൻ ഇറക്കിയിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു. എല്ലാവരും പോസിറ്റീവ് അഭിപ്രായം. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും കൂടിയാണ് ഞാൻ ഈ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാനും പിന്നെ മെയിൻ ആയിട്ട് കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ ഇവിടെ കൊടുക്കാനുള്ള. അപ്പൊ മനസ്സിലായി ഇത് കരക്കിരുന്ന് കളിക്കാനുള്ള ഒരു ഗെയിം അല്ല. ഇതിനെ വന്ന് ലീഡ് ചെയ്ത് ഇറങ്ങി നിന്ന് മെയിൻ റോളിൽ ഇരുന്ന് കളിക്കേണ്ട കളിയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ റിസൈൻ ചെയ്യുന്നതും ഈ ഒരു ഗെയിമിലേക്ക് വരുന്നത്. ശരിക്കും ഈ സബ്ക എന്ന് പറയുന്ന പേരെന്താണ്? സബ്ക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹിന്ദിയിൽ ഓഫ് എവരി വൺ, എല്ലാവരുടെയും ഒരു ഇൻക്ലൂസീവ്നെസ് കാണിക്കുന്ന ഒരു പദമാണ്. അപ്പൊ സബ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ജോലി നോക്കാവുന്ന, ഏത് ടൈപ്പ് ഓഫ് ജോലി നോക്കാവുന്ന, ഏതൊരാൾക്കും ഏത് ടൈപ്പ് ഓഫ് ജോലിയും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഫ്രീ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. എല്ലാവർക്കും ജോലി നോക്കാവുന്ന എല്ലാവരുടേതുമായ ഒരു പ്ലാറ്റ്ഫോം. അതുകൊണ്ടാണ് നമ്മൾ സബ്ക പേരിട്ടത്. അത് ആരുടെ സജഷൻ ആയിരുന്നു? ഞാൻ തന്നെയാണ് പേരിട്ടത്. ഓക്കെ, ഇപ്പം വളരെ ലൈറ്റ് ആയിട്ട് ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്താ പറയാ, ആർക്കൊക്കെയാണ് അതിന്റെ സർവീസ് എടുക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ? ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ജോലിക്കാരെ നോക്കുന്ന സ്മാർട്ട് ഫോൺ കയ്യിലുള്ള ഏതൊരാൾക്കും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഇത് രണ്ടും കണ്ടെത്താവുന്ന ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മൊബൈൽ ആപ്പാണ് സബ്ക. അതാണ് അതിന്റെ ഏറ്റവും സിമ്പിൾ ഡെഫിനിഷൻ അല്ലേ? സിമ്പിൾ ഡെഫിനിഷൻ. സിമ്പിൾ എന്ന് ഞാൻ വീണ്ടും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഏത് സൈറ്റ് കയറി കഴിഞ്ഞാലും ഒരു സാധാരണ യൂസർക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഞാൻ ഇതെല്ലാത്തിലും കയറിയിട്ട് ഇപ്പോഴും ഞാൻ പല പ്ലാറ്റ്ഫോമിലും മെമ്പറാണ്. പക്ഷെ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സിംപ്ലസ്റ്റ് വേർഷൻ ഇതാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പറയും. ഓക്കെ, അത്രയും കോൺഫിഡൻസ്. മനസ്സിലായി. ഇതിപ്പോ ഏത് ജോലി തൊട്ട്, ഇപ്പൊ സാറ് പറഞ്ഞില്ലേ ഏത് ജോലിയും, ഏത് ജോലി തൊട്ട് ഏത് ജോലി വരെ എന്ന് പറയാനാണെങ്കിൽ ഏതാ പറയാ? ആക്ച്വലി അതിനൊരു ഇൻഡസ്ട്രി ടേംസിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ പറയാ ബ്ലൂ കോളർ ജോബ്സ്, ഗ്രേ കോളർ ജോബ്സ്, വൈറ്റ് കോളർ ജോബ്സിന്റെ എൻട്രി ലെവൽ എന്നാണ് ഡെഫിനേഷൻ വരേണ്ടത്. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ജോലി ഇടാം, പോസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ജോലിക്കാരെ നോക്കാം. അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. അങ്ങനെ ഒരു ക്രൈറ്റീരിയ നമ്മൾ വെച്ചിട്ടില്ല. അതാണ് സബ്ക എന്നുള്ള പേരിന്റെ തന്നെ അർത്ഥം. എന്ത് ജോലിയും പോസ്റ്റ് ചെയ്യാം, ഏത് ജോലിക്കാർക്കും ഇവിടെ വരാം. ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. മനസ്സിലായി. ഇതൊക്കെ കേട്ടിട്ട് ഒരാള് സബ്ക ഡൗൺലോഡ് ചെയ്തു, പിന്നത്തെ പരിപാടികൾ എന്താണ്? പിന്നത്തെ ഒരു പ്രോസസ് എന്താണ്? ഒന്നുമില്ല, 2 ഡൈവേഷനാണ് വരുന്നത്. അറിയോ കാൻഡിഡേറ്റ്, നിങ്ങൾ ജോബ് നോക്കുന്ന ആളാണോ, നിങ്ങൾ ജോലിക്കാരെ നോക്കുന്ന ആളാണോ? അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. കാൻഡിഡേറ്റ് ആണെങ്കിൽ കാൻഡിഡേറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. ആഫ്റ്റർ വെരിഫിക്കേഷൻ അത് ലൈവ് ആവും. ലൈവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് ലൊക്കേഷൻ അനുസരിച്ചോ നിങ്ങളുടെ സ്കില്ല് വെച്ചോ എന്താണെന്ന് വെച്ചാൽ ആ സ്ക്രീനിൽ കാണുന്ന ഏത് ജോലിക്കും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ക്ലിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ആളോട് ചാറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അയാളോട് വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, വിളിക്കാനും പറ്റും. ഇതെല്ലാം നടക്കുന്നത് ഡയറക്റ്റ് ആണ്. HR-ഉമായിട്ടല്ല നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ കമ്പനിയിലുള്ള ആരാണോ ആ റെസ്പോൺസിബിൾ പേഴ്സൺ ഫോർ ഹാൻഡ്ലിംഗ് ദിസ് പോസ്റ്റ്, ആ ആളുടെ അടുത്തേക്കാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ HR ആണ് പോസ്റ്റ് ചെയ്യുക മിക്കവാറും. അപ്പൊ HR-ന്റെ സൗകര്യം അനുസരിച്ചാണ് അവർ ഈ സാധനങ്ങളൊക്കെ വെറ്റ് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ. അതിനുശേഷമാണ് അത് ആവശ്യമുള്ള ബിസിനസ് വെർട്ടിക്കലിലേക്ക് ഈ സാധനം പോകുന്നത്. അപ്പൊ ഡിലേ വരുന്നുണ്ട്. ഇവിടെ ഒരു ഡിലേ വരുന്നില്ല. നേരിട്ട് നിങ്ങൾ വിളിക്കുന്നു, ഒന്നുകിൽ കറക്റ്റ് ആവുന്നു, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വേണ്ടാന്ന് വെക്കുന്നു. ക്വിക്കായിട്ട് ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മുടെ ആപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. 2-വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൂടെ അതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ജോലിക്കാരുടെ കേസ്, ജോലിക്കാരെ വേണമെങ്കിലും നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം ഈ കമ്പനിക്ക് ഒരാളെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഓഫീസിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. എന്തെങ്കിലും ബിസിനസ് പ്രൂഫ് ആവശ്യപ്പെടും. ബിസിനസ് പ്രൂഫ് ഇല്ലാതെ നമ്മൾ ഒരു ജോലി ഇതിനകത്ത് ഓൺബോർഡ് ചെയ്യില്ല, ലിസ്റ്റ് ചെയ്യില്ല. ആ ബിസിനസ് പ്രൂഫ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഞങ്ങളുടെ സ്റ്റാഫ് തന്നെ നിങ്ങളോട് ചോദിക്കും എന്ത് ജോബാണ് അവിടെ വേക്കൻ്റ് ആയിട്ടുള്ളത്, അവർ തന്നെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും. അതല്ല ഹെൽപ്പ് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പോസ്റ്റ് ജോബ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനകത്ത് കയറിയിട്ട് റിലവൻ്റ് ആയിട്ടുള്ള പോസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിനെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് ലൊക്കേഷൻ വെച്ച് സ്കില്ല് വെച്ച് എല്ലാ കാര്യങ്ങളും വെച്ച് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് അവരോട് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. വേറെ പ്ലാറ്റ്ഫോംസിലൊക്കെ എംപ്ലോയീസ് നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബയോഡാറ്റ വരും. ബയോഡേറ്റ ഒക്കെ എടുത്ത് ഇങ്ങനെ പരത്തി വെച്ച് എല്ലാം നോക്കി ഒരാളെ വിളിച്ചിട്ട് ആദ്യം ചോദിക്കുന്നു നിങ്ങളൊരു ജോലി ഒഴിവുണ്ട്, വേക്കൻസി ഉണ്ടെന്ന് പറയുമ്പോൾ പറഞ്ഞു ഇല്ലല്ലോ ഞാൻ മെനഞ്ഞാന്ന് ജോലിക്ക് കയറിയല്ലോ, അല്ലെങ്കിൽ പറയുന്നു ഇല്ല ഞാൻ 2 മാസം മുമ്പ് പോസ്റ്റ് ചെയ്തതാണല്ലോ, അത് അപ്ലോഡ് ചെയ്ത ബയോഡാറ്റയാണ്, ഞാനിപ്പോ ഗൾഫിൽ പോയി. അങ്ങനെയൊക്കെ ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നിങ്ങളെ സമയം പോകുന്ന എവിടെയാ നോക്കുക, നിങ്ങളത് പ്രിന്റ് എടുത്ത് ടേബിളിൽ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പോകുമ്പോൾ മനസ്സിലാവുന്ന ഈ 10 എണ്ണം നിരത്തി വെച്ചിട്ട് ആകെ 2 ജോലി വേണ്ടതുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയാണോ വേണ്ടത് അവരെ നിങ്ങൾക്ക് ഫേവറേറ്റ് മാർക്ക് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലേക്ക് മാറ്റി വെക്കാൻ പറ്റും, ട്രാക്കിലിടാൻ പറ്റും. എന്നിട്ട് ഈസി ആയിട്ട് അവനോട് ചോദിക്കാം ആദ്യം എന്തെങ്കിലും ജോബ് ഉണ്ട്, നിങ്ങൾ ഓക്കെ ആണോ, അതെ അതല്ലേ ആദ്യം അറിയേണ്ടത്. ഇയാൾ അവൈലബിൾ ആണെങ്കിൽ മാത്രം കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോ ടൈം നമ്മൾ സേവ് ചെയ്യണം ഒരുപാട്. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുള്ളിന്റെ അടുത്ത് നമുക്ക് ബയോഡാറ്റ ചോദിച്ചാൽ മതി. മനസ്സിലായി. ഓക്കെ, മനസ്സിലായി. ഡിലേ ഉണ്ടാവില്ല, വെറുതെ ആവശ്യമില്ലാണ്ട് സമയം പോകില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ പോലെ ബയോഡാറ്റ. നിങ്ങൾ ആവശ്യമില്ലാത്തൊരു സാധനം ആദ്യം വാങ്ങി വെക്കുന്ന എന്തിനാ? ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബയോഡാറ്റ ചോദിക്കാം, പുള്ളി അയച്ചു തരും. മനസ്സിലായി. ഇപ്പൊ സബ്കാഡോ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇപ്പൊ കേട്ടതിൽ വെച്ചൊരു യുണീക് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് സമയം പോയില്ല, നമുക്ക് ടകടകടകേന്ന് പറഞ്ഞ് പറഞ്ഞ പോലെ കാര്യങ്ങൾ തരും. അതല്ലാണ്ട് ബാക്കിയുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ്? കാരണം വേറെയും ജോബ് പോർട്ടൽസ് ഉണ്ട്. ഒരാൾ എന്തിന് സബ്കാ ഡൗൺലോഡ് ചെയ്യണം? ഒന്നാമത് 2-വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉള്ള ജോബ് ആപ്പുകൾ വളരെ റെയറാണ്. വളരെ റെയർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ജോലി എന്ന് പറയുന്ന സംഭവം സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമല്ല. ഇപ്പൊ ഇവിടെ ഒരു ജോലി സംഭവിച്ചു, നിങ്ങൾ പല പ്ലാറ്റ്ഫോമിലും അത് പബ്ലിഷ് ചെയ്യും. എവിടുന്നാണോ ആളെ ഫസ്റ്റ് കിട്ടുന്നത് അവിടേക്ക് നിങ്ങൾ പോവും. അവിടുന്ന് ആളെ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുപോയി വെക്കും. ആ സ്പോട്ടിൽ അത് അവിടെ ക്ലോസ്ഡ് ആവുകയാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് വേണ്ട ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രാക്ടീസാണ് നമ്മൾ ചെയ്യുന്നത്. സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സമയമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സമയം ആണ് നമ്മുടെ ബിസിനസ്സിൽ, ഏത് ബിസിനസ്സിനേക്കാളും കൂടുതൽ HR ബിസിനസ്സിൽ സമയം മാത്രമാണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ഒരാളെ എടുക്കണം, നിങ്ങൾ ഒരാളെ സെലക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് 10 പേരെ റെഡിയാക്കി വെച്ചു, നിങ്ങളത് ഡിലേ ആക്കിയെന്ന് വിചാരിച്ചോ, എന്താ സംഭവിക്കുന്നത്? നിങ്ങളെ ജോലിക്ക് വേണ്ടി മാത്രം ആളുകൾ കാത്തു നിൽക്കുന്നില്ല, അവർ പല പ്ലാറ്റ്ഫോമിൽ ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ മൺഡേ നടത്തേണ്ട ഒരു സാധനം ട്യൂസ്ഡേ വെച്ചു. ആ 10 ആൾ നിങ്ങൾക്ക് വേണ്ട കറക്റ്റ് ആപ്റ്റായിരിക്കുന്ന 2 പേര് വേറെ കമ്പനിയിൽ സെലക്ട് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് പ്ലാറ്റ്ഫോം അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലത്തിന് എത്ര പെട്ടെന്ന് സൊല്യൂഷൻ അല്ലേ? ഒരു ഡിലേ ഇല്ല. ഓക്കെ, ശരി, മനസ്സിലായി. ഇനി ഇപ്പൊ സാർ ആദ്യം തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ജോലിക്കാരെ ആവശ്യമുള്ള ഒരുപാട് കമ്പനികളുണ്ട്, ജോലി ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇവർ തമ്മിൽ കണ്ടുമുട്ടാത്ത എന്താണ്? ഇപ്പോഴും കേരളം പോലെ ഒരു സ്റ്റേറ്റിൽ അൺഎംപ്ലോയ്മെന്റ് ഒരു വലിയ പ്രശ്നമാണ്. ഓക്കെ, അതിന് ഞാൻ പറഞ്ഞല്ലോ 2002 ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് വരുന്നത്. അന്ന് നമ്മുടെ നാട്ടില് മലയാള മനോരമ, മാതൃഭൂമി, അങ്ങനെയുള്ള നമ്മുടെ പത്രങ്ങൾ, ഇപ്പോഴുള്ള പത്രങ്ങൾ, അതിൽ ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു, ആ ഒരു പേജ് ഒഴിവാക്കിയിടും. എന്തിനാ ഇടുന്നത്? തൊഴിൽ അവസരങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അത് ചിലപ്പോൾ 2, 3, 4 പേജൊക്കെ ഉണ്ടാവും. അന്ന് കേരളത്തിലുള്ള എല്ലാ ആളുകളും ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഈ പത്രത്താളുകളിലാണ്. ഈ പേപ്പറിന്റെ ഈ കട്ടിങ് വരണം, ഇത് കിട്ടിയാൽ മാത്രമേ അറിയുള്ളൂ. എന്നിട്ട് അതിൽ നമ്മൾ പോസ്റ്റലായിട്ട് നമ്മളെ ബയോഡേറ്റയും കവറിംഗ് ലെറ്ററും അയച്ചു കൊടുത്ത് വെയിറ്റ് ചെയ്യുന്നൊരു സിസ്റ്റം ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. പിന്നെ മനോരമ, മാതൃഭൂമി, തൊഴിൽ വാർത്ത, വിജയ് വീഥി, അങ്ങനെ കുറേ സാധനങ്ങൾ ജോലി സംബന്ധമായ മാത്രം വരുന്ന ആനുകാലികങ്ങൾ പുറത്തിറക്കി. അപ്പോൾ അന്ന് നമുക്ക് കൺസോളിഡേറ്റഡ് ആയിട്ട് ചില മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ കുറെ ആളുകൾ ജോലി പോസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റയിലാണ്, കുറെ ആളുകൾ പോസ്റ്റ് ചെയ്യുന്നത് FB-യിലാണ്, കുറെ ആൾക്കാർ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിടും, കുറെ ആൾക്കാർ ഇൻഡീഡ് കൊണ്ടിടും, കുറെ ആൾക്കാർ ഷൈനിലിടും, കുറെ ആൾക്കാർ മോൺസ്റ്ററിലിടും, കുറെ ആൾക്കാർ ഓഫീസിന്റെ മുമ്പിൽ ഒട്ടിച്ചിടും. സ്റ്റാഫ് വേക്കന്റ്. ഇതിനൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കാണുന്ന ആളാരാണോ അയാൾ മാത്രമേ അതിനെപ്പറ്റി അറിയുന്നുള്ളൂ. കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യാൻ സാധ്യത. ഇപ്പൊ കുറെ ആൾക്കാർ പറയും ഇൻസ്റ്റയിൽ ഇട്ട് കഴിഞ്ഞാല് ഒരുപാട് റീച്ച് വരുന്നു. ഇൻസ്റ്റ അന്ന് കണ്ടില്ല എന്ന് വിചാരിച്ചോ? അതായത് നിങ്ങളുടെ കമ്പനി ഫോളോ ചെയ്യുന്നവര് മാത്രമേ നിങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ കാണാൻ പറ്റൂ. നിങ്ങൾ ആഡ് റൺ ചെയ്തു,
ആഡ് റൺ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് സ്യൂട്ടാവുന്ന ഒരാൾ പനി പിടിച്ച് കിടക്കുക, ആഡൊന്നും നോക്കില്ല എന്ന് വിചാരിക്കുക, 2 ദിവസത്തേക്ക് ആഡ് റണ്ണായി, ഇവനത് കണ്ടില്ല. അതിന്റെ അർത്ഥം എന്താ? അയാൾ അതിനെ പറ്റി അറിയുന്നില്ല. ഇനി ഓഫീസിന്റെ മുന്നിൽ ഒട്ടിച്ചിട്ടു, ആ ഓഫീസിന്റെ മുമ്പിൽ പോയി നിന്ന് നോക്കുന്ന ഒരാൾക്കല്ലേ മനസ്സിലാവുള്ളൂ അവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന്. അപ്പം ഫ്രാഗ്മെന്റഡ് ആയിപ്പോയി നമ്മളെ ഡാറ്റ മുഴുവൻ. അതാണ് മെയിൻ ഇഷ്യൂ. ആ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ജോലി ഒഴിവുകളെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക. എവിടെ ജോലി സംഭവിച്ചു കഴിഞ്ഞാലും, കേരളത്തിൽ എവിടെ എന്ത് ചെറിയ ജോലി സംഭവിച്ചാലും വലിയ ജോലി സംഭവിച്ചാലും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അറിയിക്കാൻ പറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിഷൻ. അതിനുവേണ്ടിയുള്ള ഗ്രൗണ്ട് വർക്ക്സിലാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ജെന്യൂൻ ആയിട്ട് സംഭവിക്കണം. അതാണ് അതിനേക്കാളും കുറെ ജോലികളുണ്ടായിട്ട് കാര്യമില്ല. ജെന്യൂൻ ആയിട്ടുള്ള ജോലി ഒഴിവുകൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കണം. ഇപ്പൊ അത് ഒരു 100-200 ആ റേഞ്ചിലാണ് കേരളത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അത് 2000-4000 ആ റേഞ്ചിലേക്ക് ഡെയിലി വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. ഇപ്പൊ ജോലിക്കാരെ വേണം എന്നുള്ളതാണെങ്കിലും ജോലി വേണം എന്നുള്ളതാണെങ്കിലും ഇതിലൊരു ക്രെഡിബിലിറ്റി ഇഷ്യൂ ഉണ്ടാവുമല്ലോ. ഫ്രോഡ്സ്റ്റേഴ്സ് വന്ന് ഇതിനെ അപ്ലൈ ചെയ്യാം, മിസ്യൂസ് ചെയ്യാം. അതിനെ എങ്ങനെയാ തടയാ? ഏത് ബിസിനസ് എടുത്തു നോക്കിയാലും 90% ജെന്യൂൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളും 10% ഉടായ്പ ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളാണ് ഏതൊരു ഇൻഡസ്ട്രിയിലും ഉണ്ടാവുക. പക്ഷെ ജോലിയിലേക്ക് വരുന്ന സമയത്ത് നേരെ തിരിച്ചാണ് ആ റേഷ്യോ. 90% ഉടായ്പും 10% റിസ്കേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞില്ല 2002 കാലഘട്ടത്തില് ഞാൻ പെട്ടിട്ടുണ്ട് പോയിട്ട്. കാരണം ഞാനൊരു ഫ്രഷർ, നമുക്കറിയില്ല ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ കോഴിക്കോട് ഇതേപോലെ തന്നെ നിൽക്കുന്ന സമയത്ത് അന്ന് സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് 1750 ഒക്കെയാണ് നമുക്ക് സാലറി വരിക. അപ്പൊ ഇവര് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യും, 250 റുപ്പീസ് മേടിക്കും. എന്നിട്ട് പറയും അടുത്ത ആഴ്ച ഇന്റർവ്യൂ ഉണ്ട്. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നീട്ടി വലിഞ്ഞു പോകും. അപ്പൊ നമ്മൾ അവിടെ പോയിരുന്നല്ല, എനിക്ക് എന്തായാലും ഇന്റർവ്യൂവിന് പോകണമെന്ന് പറയും. അപ്പൊ എന്നെ ഒരു ദിവസം ഇതുപോലെ തന്നെ ആ പുള്ളിക്കാരൻ വിളിച്ച് നേരെ ഒരു ഷോപ്പിൽ കൊണ്ടുപോയി, ഒരു ഓഫീസ് പോലത്തെ ഒരു ഷോപ്പിൽ കൊണ്ടുപോയി, ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഇവിടെ സെയിൽസിൽ നിൽക്കുമെന്ന് പറഞ്ഞു. ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു അറിവില്ല. 3-ാം ദിവസം ചോദിച്ചു, പറഞ്ഞു നിങ്ങൾ റിജക്റ്റഡ് ആണെന്ന് പറഞ്ഞു. പിന്നെയും പോയി ഇരുന്ന് അവിടെ തന്നെ. കാരണം 250 റുപ്പീസിന് ഭയങ്കര വിലയാണ്. അന്ന് 250,000 വിലയാണ്. കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്ത പൈസയാണ്. അപ്പൊ ഇയാളുടെ അടുത്ത് പോയിരിക്കും, ഇയാളുടെ അടുത്ത ഷോപ്പിലേക്ക് പറഞ്ഞയക്കും. ഓക്കെ, അങ്ങനെ 3 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊക്കെ അയാളൊരു ഇൻഡയറക്റ്റ് മെസ്സേജ് പാസ് ചെയ്യും, നിങ്ങളെ കൊണ്ട് പണിക്ക് പറ്റില്ല. നമ്മുടെ ഒരു കോൺഫിഡൻസിനെ അത് ബാധിക്കും. നിങ്ങൾ പോകുന്ന ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾ പൊട്ടുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇനി പോകണ്ടെന്നൊരു മെസ്സേജ് നമുക്ക് തരും. അതോടുകൂടി എന്താവും, 4ാമത്തേന് നമ്മൾ അതിനടുത്ത് പോവില്ല, 250 ചോദിക്കുകയില്ല. ആക്ച്വലി ഇതൊരു അറേഞ്ച്ഡ് സിസ്റ്റമാണ്. ഇവര് ഉടായ്പകളുടെ ഒരു നെറ്റ്വർക്ക് അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് ഒരു ടൗണിൽ. അതായത് ഇവന്റെ സ്നേഹിതനായിരിക്കും ഈ ഷോപ്പ് നടത്തുന്നത്, ഇവന്റെ സ്നേഹിതനായിരിക്കും ഈ ഷോപ്പ് നടത്തുന്നത്. അപ്പൊ 3 സ്ഥലത്തും ഇയാൾ പറയാണ് ഇവനോട്, എടാ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ചിലവൊക്കെ തരാം, നീ ജസ്റ്റ് ഒന്ന് ഈ വരുന്ന 4 ആൾക്കാരെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. മനസ്സിലായോ? അങ്ങനെ 3-4 സ്ഥലത്ത് പോകുന്നതോടുകൂടി ഇവർ ആ പരിപാടി അങ്ങോട്ട് നിർത്തും. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ പ്ലാറ്റ്ഫോമിലും കുറേ പിള്ളേർ വന്നിട്ട് ഇതേപോലെ കമന്റ്സ് ഇടാറുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ ആക്ച്വലി ഞാൻ തന്നെയാണ് സോഷ്യൽ മീഡിയന്റെ കസ്റ്റമർ കെയറും നമ്മുടെ ആപ്പിന്റെ സാധനങ്ങളും ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഇവരെ ഡയറക്റ്റ് വിളിക്കുന്ന സമയത്ത് ഇതിൽ 100% ആൾക്കാരും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടേ ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾ ഇതിങ്ങനെ പറയാനുള്ള ഒരു കാരണം, എക്സാക്ട്ലി എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയാണ്, അല്ല ജോബ് ആയിട്ട് ആര് ഓൺലൈനിൽ വന്നു കഴിഞ്ഞാലും അത് ഫേക്ക് ആയിരിക്കും. അങ്ങനെ ഒരു ഫീൽ ആയി. കാരണം അത്രയും തട്ടിപ്പുകളിൽ നമ്മുടെ പിള്ളേർ പോയിട്ട് ഫസ്റ്റ് തന്നെ പെടുകയാണ്. അത് ആ ഒരു ഏജിന്റെ പ്രശ്നം കൂടിയാണ്. ഫ്രഷറായി വരുമ്പോൾ പല സ്ഥലത്തുനിന്നും പ്രഷർ ഉണ്ടാവും, വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടാവും, നാട്ടിൽ നിന്ന് പ്രഷർ ജോലിയായില്ലേ, കല്യാണം കഴിച്ചില്ല ചോദിക്കുന്നതിനേക്കാളും വലിയ കഷ്ടത്തിലുള്ള ഒരു ചോദ്യമാണ് ജോലിയായില്ലാണ്. ഇവൻ പോയിട്ട് എവിടെയും കൊണ്ടുപോയി 500 റുപ്യ അടയ്ക്കും. ആ ചങ്ങാതി ഇതേമാതിരി ഉരുട്ടി കളിച്ചിട്ട് അവസാനം ഇവന് മനസ്സിലാവും ഞാൻ ഇവിടെ ആയിപ്പില്ലായി. പിന്നെ വേറൊരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ ഒരു യൂസറായി കയറിയിരുന്ന ഒരാൾ നമ്മുടെ ആപ്പിൽ ഒരു നെഗറ്റീവ് സ്കോർ ഇട്ടു. ആ പുള്ളിനെ ഞാൻ തപ്പി പിടിച്ച് വിളിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ചേർത്തലയാണ്, എനിക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ജോലിയാണ് വേണ്ടത്, നിങ്ങളുടെ ജോലി ആ ഒരു ആപ്പിൽ നോക്കുമ്പോൾ ആ ഏരിയയിൽ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ എനിക്ക് വേണ്ട ജോലി അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതുകൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾ ഉടായിപ്പാവുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞു, ആ ജോലി ഒഴിവ് അവിടെ വേണ്ടേ.
അവിടെ ഒഴിവേണ്ടേ? അപ്പോ എനിക്ക് പറയാനുള്ളത്, ഇതൊരു സൂപ്പർ മാർക്കറ്റ് അല്ല. നമ്മൾ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം നിങ്ങൾ പോയിട്ട് കോൾഗേറ്റിന്റെ ഒരു പേസ്റ്റ് 20 രൂപയുടെ വേണമെന്ന് പറയുമ്പോൾ അത് സ്റ്റോക്ക് ഇല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം അല്ല ഇവിടെ നടക്കുന്നത്. അത് അവിടെ ഉണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാവും. അത് ക്ലോസ് ആയി പോയാൽ പോയി. അപ്പോൾ പ്ലാറ്റ്ഫോമിന്റെ ജെന്യൂനിറ്റി, ആ തുടങ്ങിയിരിക്കുന്ന ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഉടായ്പകളെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു മാർഗം എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ചാർജ് ആണ് ഇവരുടെ മെയിൻ ആയുധം. ഓക്കെ, ജോലി കിട്ടിക്കഴിഞ്ഞിട്ടാണ് മിക്കവാറും ആളുകൾ പകുതി ശമ്പളമൊക്കെ വാങ്ങുന്നത്. അപ്പോൾ സർവീസ് ചാർജ് വാങ്ങുന്നതോടുകൂടി ഇവർക്ക് നിലനിന്ന് പോകാനുള്ള പൈസ കിട്ടും. 20 ആൾക്കാരുടെ അടുത്ത് 500 രൂപ 1000 രൂപ വെച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് കിട്ടി പോകാൻ പറ്റും. പക്ഷെ ഇവരെന്ത് സർവീസാണ് ചെയ്യുന്നത്? ഇപ്പം ഗൂഗിൾ പേയും കൂടെ വന്നതിന് ശേഷം ഇന്റർവ്യൂവിന് പറഞ്ഞയക്കുന്ന ആളുകളെ നേരിട്ട് കാണുന്നു പോലും ഇല്ല. റിക്രൂട്ട്മെന്റ് ഏജൻസി എന്ന് പറയുന്ന പേരിൽ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ ഗൂഗിൾ പേയിൽ 500 രൂപ അടപ്പിക്കും. ഇന്ന സ്ഥലത്ത് ഇന്റർവ്യൂവിന് പോകണമെന്ന് പറയും. ആ കക്ഷി അവിടെ പോവും. അത് 10 ആൾ പോയിട്ടുണ്ടെങ്കിൽ ഒരാളെങ്കിലും ചിലപ്പോൾ സെലക്റ്റഡ് ആവും. ആ സെലക്റ്റഡ് ആളുടെ നിന്ന് പകുതി ശമ്പളമാകും. ഇതാണ് നടക്കുന്നത്. അപ്പോൾ സർവീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇപ്പം സർവീസ് ചാർജ് വാങ്ങുന്നു, അവർ ഇവരെ വിളിക്കുന്നു, വിളിച്ച് ഓൺലൈനിലോ ഓഫ്ലൈനിലോ വിളിച്ചോട്ടെ, ബയോഡാറ്റ അയച്ചു തരാൻ പറയുന്നു. ആ ബയോഡാറ്റ മേക്ക് ഓവർ ചെയ്യുന്നു, LTS കൺവേർട്ട് ചെയ്യുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, കുറച്ച് മോക്ക് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു, ജെന്യൂൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുന്നു. എല്ലാ കാര്യങ്ങളും കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, സർവീസ് ചാർജ് വാങ്ങുന്നതിൽ ഒരു മാന്യതയുണ്ട്. ഒന്നും ചെയ്യാതെ ശരിക്കും പറഞ്ഞാൽ പക്ക ബ്രോക്കർ ബിസിനസ് ആയിട്ട് ഇതിനെ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ജോബ് മാർക്കറ്റിലെ അവസ്ഥ. മിക്കവാറും ആ ടൗണിലെ മെയിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പണിയെടുക്കുന്ന ആളുകളുടെ ഒരു സൈഡ് ബിസിനസ് ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ജോബ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓരോ സ്ഥാപനത്തിന്റെയും ഘടന വ്യത്യാസം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് നേരിട്ട് പോയാൽ മനസ്സിലാവും. ഒരു മുറി ഷോപ്പ്, ഒരു ചെറിയൊരു ഷോപ്പ്, ഒരു DTP സെന്റർ പോലെ ഉണ്ടാവും. അത്ര തന്നെ അവിടെ ഉണ്ടാവുള്ളൂ ഫെസിലിറ്റി. ഓക്കെ, അത് വെച്ചിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നത്. മിക്കവാറും ഇവർ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇവരുണ്ടെങ്കിൽ തീർന്നു. ആളുകൾ വന്ന് പെട്ടുപോയ ആളുകളുടെ കൂട്ടി പോകും. ഓക്കെ, അപ്പൊ അത് ചോദിക്കാം. പിന്നെ അവരുടെ അടുത്ത് ലൈസൻസ് ചോദിക്കാം. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കോർപ്പറേഷനോ പഞ്ചായത്തിനെങ്കിലും ഇത് നടത്താനുള്ള ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കാം. ഇതൊന്നും ചെയ്യാതെ പോയിട്ട് പിള്ളേർ പോയി തല വെക്കും. ഞാൻ അവരുടെ അടുത്ത് പറയുന്നത്, ഞാനും അങ്ങനെ വെച്ചു പോയ ഒരാളാണ്. ഞങ്ങൾ റിക്രൂട്ട്മെന്റിലേക്ക്, ഫിസിക്കൽ റിക്രൂട്ട്മെന്റിലേക്ക് വരുന്ന സമയത്തും നമ്മളും ജെന്യൂൻ ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി. അതിനുള്ള എല്ലാ കാര്യങ്ങളും പ്രൂഫായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റും ചെയ്യും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ, ഇതൊക്കെയാണ് തൽക്കാലം ഫ്രോഡ്സ്റ്റേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള വഴി എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും പിന്നെ ഓൺലൈനിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഓൺലൈനിലാണ് ഏറ്റവും കൂടുതൽ ഫ്രോഡ് ജോബ്സ് വരുന്നത്. അതുകൊണ്ടാണ് ഓൺലൈനിൽ ഒരു പരസ്യം വരുമ്പോഴേക്കും ആളുകൾ ഫ്രോഡ് ഉടായ്പ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നത്. അതിന്റെ മെയിൻ റീസൺ ഇതാണ്, വീട്ടിലിരുന്ന് ജോലി ചെയ്യും, ദിവസം 2000 രൂപ ശമ്പളം. അപ്പൊ എന്ത് ചെയ്യും? സാമ്പിൾ ആയിട്ട് ഇവർ കുറച്ച് ഡാറ്റ എൻട്രി കൊടുക്കും. ഡാറ്റ എൻട്രി കൊടുത്തിട്ട് പറയും, നിങ്ങൾ ഈ 10 ഡാറ്റ എൻട്രി ചെയ്യും, ഞങ്ങൾ 2000-ന് പകരം നിങ്ങൾക്ക് ആ 10 ഡാറ്റ എൻട്രി ചെയ്തതിൻ്റെ 200 രൂപ അയച്ചിട്ട് അറിയും. ഈ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ആ 10 ഡാറ്റ എൻട്രി ചെയ്യുന്നു, ഇവന് 200 രൂപ ഗൂഗിൾ പേയിൽ അയച്ചു കൊടുക്കുന്നു. ഇതിനാണ് സ്റ്റാർട്ടിങ്. ഓക്കെ, അപ്പം 10 എണ്ണം ചെയ്തു 200 രൂപ കിട്ടി. അങ്ങനെ ആ ഒരു ചെയിനായിട്ട് പിന്നെ പോവുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവരെന്ത് പറയും, നിങ്ങളുടെ സാലറി തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് 6500 രൂപ ഇങ്ങോട്ട് തരണം, പ്രോസസ്സിങ് ഫീ ആയിട്ട്, എന്നാലേ ആ കമ്പനിയിൽ നിന്ന് ഇത് ഇങ്ങോട്ട് വരുള്ളൂ എന്ന് പറയും. അങ്ങനെ എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ അങ്ങോട്ട് അയച്ചു. അതോടുകൂടി എന്തായി, 6500-നും 200-ഉം കഴിഞ്ഞ് 6300 അവൻ്റെ ഫീസേക്ക് കൊടുക്കും. ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്ന സാലറി കിട്ടത്തൂല, ഒന്നും കിട്ടില്ല. അതവിടെ ക്ലോസ് ആയി. പിന്നെ അങ്ങനെ ഒരു അഡ്രസ് ഇല്ല, ഒരു സാധനവും ഇല്ല. അപ്പോൾ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന മേഖലയാണ്. നമ്മളും വളരെ കെയർഫുൾ ആയിട്ടാണ് ഈ ഒരു ഇതിലേക്ക് വരുന്നത്. പറഞ്ഞല്ലോ, നമ്മൾ കരിയറൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് വരുന്നത്. അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ പറ്റിക്കൂല, പറ്റിക്കപ്പെട്ടിട്ടുള്ള ആളുമാണ്. സീരിയസ്ലി നല്ല കാര്യങ്ങളും നമ്മുടെ റിക്രൂട്ട്മെന്റിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു നല്ല ഇന്റൻഷനോട് കൂടിയാണ് വരുന്നത്. ഓക്കെ, ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സും അങ്ങനെയുള്ള ആളുകളാണ്. ഇൻവെസ്റ്റേഴ്സ് ഒന്നും വലിയ ധനികരായ ഇൻവെസ്റ്റേഴ്സിനെ അല്ല നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കെല്ലാം സാധാരണ രീതിയിൽ വന്ന് ഗൾഫിലൊക്കെ പോയി അത്യാവശ്യം പച്ച പിടിച്ച് നിൽക്കുന്ന കുറച്ച് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സാണ് നമുക്ക് പിറകിലുള്ളത്. നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവുകയാണ്. അപ്പോഴും ഞാൻ VC-യിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് വേണ്ടത് നല്ല രീതിയിൽ വർക്ക് ചെയ്യും, നല്ല റിട്ടേൺസ് കിട്ടും എന്നുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കമ്പനി ആളുകളെ കണ്ടുവരുന്ന കുറച്ച് ഇൻവെസ്റ്റേഴ്സിനെ ലക്ഷ്യം വെക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ
ഒരു എയിം. അപ്പൊ അതായത് ഓൾറെഡി ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് ഒരു ചാൻസും കൂടെ ഉണ്ട് സബ്കയിൽ അല്ലെ? അതെ, ഇപ്പോൾ നിലവിൽ എന്താ വെച്ചാൽ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ചില ആളുകളുടെ വിചാരം, പല ആളുകളും ഈ കമ്പനീന്റെ വാല്യുവേഷൻ 300 ഇരട്ടി കൂടി അല്ലെങ്കിൽ 400 ഇരട്ടി കൂടി എന്നൊക്കെ പേപ്പറിൽ വായിച്ചിട്ടാണ് അറിയുന്നത്. അപ്പോൾ അവർ വിചാരിക്കുന്നത് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈശ്വര ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയത് 1 കോടി രൂപയൊക്കെ വേണ്ടി വരും, അല്ലെങ്കിൽ 50 ലക്ഷമൊക്കെ വേണ്ടി വരും ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ ആയിരിക്കും ഒരു കോമൺ നിങ്ങളൊരു കാഴ്ചപ്പാടുണ്ടാവുക. സത്യം പറഞ്ഞാൽ ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ ശരിക്കും മലയാളത്തിൽ മാലാക. നമ്മളടുത്ത് വരുന്ന ആരും മാലാകകളാണ്. നിങ്ങൾ 1 രൂപ കൊണ്ട് വന്നാലും ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളൊരു കുട്ടി മാലാകയാണ്. ഓക്കെ, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കുട്ടികളായിട്ടുള്ള മാലാകകളെ കിട്ടുന്നത് തന്നെ ഒരു സ്റ്റാർട്ടപ്പ് ഒരു ഫൗണ്ടറെ സംബന്ധിച്ചിടത്തോളം വലിയ കിട്ടലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ഇൻവെസ്റ്റ്മെന്റിലും നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ഒരു ടേൺ ഓവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കമ്പനിയുടെ വാല്യുവേഷൻ എങ്ങനെ കൂടുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ബെനിഫിറ്റഡ് ആവും. എന്തുമായി തീരാമെന്നാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറഞ്ഞാൽ. നിങ്ങൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1 കോടി വരെ ആയിട്ട് തിരിച്ച് കഴിപ്പിച്ച ആളുകളുണ്ട് ചരിത്രത്തിൽ, ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഫൗണ്ടേഴ്സിനെ നോക്കുക, ടീമിനെ നോക്കുക, അവരെന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കുക, അതിനനുസരിച്ച് കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുക. ജോലി വേണ്ടവരും ജോലിക്കാരെ വേണ്ടവരും മാത്രമല്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കും ദർ ഇസ് എൻ ഓപ്ഷൻ അല്ലേ സബ്കയിൽ? ഓക്കെ, അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഇത്ര നേരം സാർ സംസാരിക്കുന്നതൊക്കെ കേട്ട് ഇൻട്രസ്റ്റ് തോന്നി സബ്ക ഡൗൺലോഡ് ചെയ്യാനിരിക്കുന്ന ആളുകളോട് സാറിന് എന്താ പറയാനുള്ളത് ഫൈനലി ബിഫോർ വൈൻഡിങ് അപ്പ്? ജെന്യൂൻ ആയിട്ട് ജോലി നടക്കുന്ന ആൾക്കാർ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ടൈം പാസ് ചെയ്യുന്ന ആളുകൾ ദയവ് ചെയ്ത് വരരുത്. അതിനുള്ള പ്ലാറ്റ്ഫോംസിലേക്ക് നിങ്ങൾ പോവുക. ഇവിടെ വരുന്ന ആളുകൾ ജെന്യൂൻ ആയിട്ട് ജോലിക്കാരെ വേണമെന്നും ജോലി വേണമെന്നും ആഗ്രഹമുള്ള ആളുകൾ മാത്രം വരിക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. കാര്യങ്ങൾ നോക്കി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഏത് പ്ലാറ്റ്ഫോമിലായാലും ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമായി കേരളത്തിൽ എവിടെ എന്ത് ജോലി സംഭവിച്ചു കഴിഞ്ഞാലും ആദ്യം പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇതിനെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹം നടക്കട്ടെ. കാരണം ആഗ്രഹം നടക്കുമ്പോൾ ഒരുപാട് പേർക്ക് അതൊരു ഹെൽപ്പ് ആവുമല്ലോ. അപ്പൊ അതൊക്കെ സാർ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു മച്ച്.